എന്റെ ശബ്ദം കേട്ട ദിക്കിനാറ്റം വരെയുള്ള ഭൂമി ഈ ഗ്രാമത്തിലെ എല്ലാവർക്കുമായി പകുത്തു നൽകണം. ഒന്നോർത്തോടോ, ഞാൻ വരികയാണെങ്കിൽ എന്റെ കൂടെ ഗുളികനും ഉണ്ടാകും. ഭൂതങ്ങൾ മനുഷ്യരിലൂടെ അവതരിക്കുമെന്ന വിശ്വാസമാണ് ഭൂതകോലത്തിന് പിന്നിലുള്ളത്. ദേവതകൾക്കോ പിതൃക്കൾക്കോ ആത്മാക്കൾക്കോ നൽകുന്ന ഒരു സ്പിരിച്വൽ വർഷിപ്പ്. ഒരു ഗ്രാമത്തെ മുഴുവനായി പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാത്രിയിലായിരിക്കും കോലം അരങ്ങേറുന്നത്. നൃത്തവും സംഗീതവും താളവുമൊക്കെയായി ഭൂതൻ വേഷം ധരിച്ച വ്യക്തി തങ്ങളുടെ പിൻതലമുറക്കാരൻ്റെ ആത്മാവോ അല്ലെങ്കിൽ ദേവതയോ ആയി അവതരിക്കുമെന്നാണ് വിശ്വാസം. മനോഹരമായി മുഖമലങ്കരിക്കും, നിറമുള്ള വസ്ത്രങ്ങൾ അണിയും. അങ്ങനെ ഭീതിയും ഒപ്പം ഭംഗിയുമുള്ള ഒരു രൂപത്തെ സൃഷ്ടിച്ചെടുക്കും. താളത്തിന് പതുക്കെ പതുക്കെ ഭൂതം ചുവടുവെക്കും. ആ വ്യക്തിയിൽ ഭൂതം പ്രവേശിച്ച് സംസാരിക്കുമ്പോഴേക്കും താളവും നൃത്തവും ചടുലമാകും. തൻ്റെ ഗ്രാമത്തിലെ മക്കളുടെ പ്രശ്നങ്ങൾ, അവർ കൃഷി ചെയ്ത വിളകൾ, രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മറുപടി ഭൂതൻ നൽകും. ഭൂതകോലം ഒരു ജനവിശ്വാസവും ഒപ്പം ഒരു കലാരൂപവുമാണ്. നമ്മുടെ കേരളത്തിൽ കാണുന്ന തെയ്യം ഭൂതകോലവുമായി ഏറെ സാമ്യമുള്ളതാണ്. പഞ്ചുരുളി ഭൂതകോലത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ദൈവങ്ങളിൽ ഒന്ന്. പഞ്ചുരുളിയെ സാധാരണയായി കാട്ടുപന്നിയുടെ രൂപത്തിലായിരിക്കും ദർശിക്കാൻ സാധിക്കുക. കാലം വളരെ പഴക്കമുള്ളത്. ദേവലോകത്തിൽ മഹാവിഷ്ണുവിന്റെ യജ്ഞത്തിൽ ഒരു കാട്ടുപന്നി കയറി വന്ന് യജ്ഞഭൂമിയെ നശിപ്പിച്ചുവത്രേ. ആ കാട്ടുപന്നിയെ പിടികൂടാൻ ദേവന്മാർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. അവസാനം ദേവന്മാർ അതിനെ ശപിച്ചു. നീ ഭൂമിയിലേക്ക് പതിക്കട്ടെ, മനുഷ്യരെയും കർഷകരെയും സംരക്ഷിക്കുന്ന ദേവതയായി നീ അവിടെ ജീവിക്കണം എന്നായിരുന്നു ആ ശാപം. ഭൂമിയിലെത്തിയ പഞ്ചുരുളിയെ ഗ്രാമത്തിലുള്ളവർ അവരുടെ കൃഷിദേവതയായി സ്വീകരിച്ചു അത്രേ. എന്നാൽ ഗുളികൻ, ദേവന്മാർ സ്വർഗത്തിൽ നീതി പാലിക്കാൻ പല ആത്മാക്കളെയും സൃഷ്ടിച്ചു. അവയിൽ ഒരാളാണ് ഗുളികൻ. അന്യായത്തിനും ദുഷ്പ്രവൃത്തികൾക്കും അസത്യങ്ങൾക്കുമെതിരെയാണ് ഗുളികൻ നിലനിൽക്കുന്നത്. അവൻ മഹാദേവന്റെ കോപത്തിന്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്. മനുഷ്യരിൽ നീതി നടപ്പാക്കണം, സത്യവും നന്മയും മാത്രം വിജയിക്കണം. അങ്ങനെ ഗുളികൻ ഭൂമിയിൽ ഭൂതദൈവമായി അവതരിച്ചു. അവൻ തെറ്റുകൾ ക്ഷമിക്കില്ല, അനീതിക്ക് ഉടൻ ശിക്ഷ നൽകും, സത്യസന്ധരായവരെ കാത്തു സൂക്ഷിക്കും. കണ്ണുകൾ ചുവന്ന നിറത്തിൽ, തലയിൽ വലിയ കിരീടം. അവന്റെ ശബ്ദം ഗർജനം പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.